ബോട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടൽ മീനെല്ലാം തീർന്നപ്പോൾ അമ്മ പറഞ്ഞ് പപ്പ അടുത്ത് പോയി കറിക്ക് എന്തെങ്കിലും കായൽ മീൻ വാങ്ങാൻ. അങ്ങനെ പതിവ് പോലെ 7 മണിക്കോ 6:30ക്കോ എത്തേണ്ട പപ്പ എത്തിയില്ല. ഏകദേശം 8 മണിയോളമായി പുള്ളി എത്തിയപ്പോൾ. നല്ല കാറ്റായിരുന്നുകൊണ്ട് വല പിടിച്ചെടുക്കാനൊക്കെ ആൾക്ക് അത്യാവശ്യം ഇച്ചിരി ടൈം തോനെ വന്നു. ഇന്ന് പറയത്തക്ക മീനൊന്നും ഇല്ല. അതേ വലയിൽ കിട്ടിയ ഒരു മടലാണത്. വേസ്റ്റിൻ്റെ കാര്യത്തിൽ കടലും കായലും എല്ലാം ഒരേപോലെ തന്നെ. അതേ കമ്പ് കൊളി എല്ലാ പരിപാടിയുണ്ട്. പിന്നെ അയലത്ത് കെട്ടിയിരുന്ന വെള്ളം കയറി ഇതാ താന്ന് കിടപ്പുണ്ട്. ആ പുള്ളിക്കാരൻ വെള്ളം കോരിക്കളയാൻ മറന്നു പോയിട്ടാണോ ഇനി അതിനകത്ത് ചോർച്ച കൊണ്ടാണോ എന്നറിയാൻ വയ്യ. ഈ അര ബക്കറ്റ് ഞണ്ടും വളരെ കുറച്ച് മീനുമാണ് ഇന്ന് എൻ്റെ പപ്പായ്ക്ക് ആകെ കിട്ടിയ ക്യാച്ചിങ്. ഇതൊക്കെ ഓറ ഞണ്ടാണ്. എല്ലാ നാട്ടിലും ആ പേര് തന്നെയാണ് തോന്നുന്നത്. ആശാന് ജീവനുണ്ട്, അതിൽ കിടക്കുന്നതും ജീവനുണ്ട്. ഇതൊരു ആൺഞണ്ടാണ്, പെൺഞണ്ടല്ല. അത്യാവശ്യം കുടിക്കാനുള്ള വെള്ളവും കുപ്പിയൊക്കെ അവിടെ വള്ളത്തിൽ തന്നെ സൈഡിൽ വെച്ചേക്കും. ചെരുപ്പും വള്ളത്തിനകത്ത് ഇടത്തുള്ളൂ. വെളിയിലിട്ടാൽ പട്ടി കടിച്ചുകൊണ്ട് പോകും. ആ കറുത്ത കളറിൽ കണ്ട ആറ്റുനങ്കാണ്, അതായത് ഇളമ്പാട്ടയെന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. ഇതിപ്പോൾ വലയിൽ കുടുങ്ങിയേക്കണത് ഒരു ചുള്ളിക്കമ്പാണ്. ഈ കമ്പ് കൊണ്ട് കീറിപ്പോണ സ്ഥലം നമുക്ക് തുന്നിയെടുക്കാനൊന്നും പറ്റില്ല. പഴകുന്നതനുസരിച്ച് വല മാറും. ഒരു വലയ്ക്ക് മാക്സിമം ഒരു 3 മാസത്തിൽ കൂടുതൽ ആയുസ്സൊന്നുമില്ല. പണ്ട് 4-5 മാസം വരെയൊക്കെ ഓട്ടിക്കായിരുന്നു. അന്ന് വേസ്റ്റൊക്കെ അത്രയ്ക്കില്ല. ഇപ്പോൾ നമ്മുടെ കായലിൽ നല്ല വേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് വലയൊന്നും അധികം ഗ്യാരണ്ടി ഒന്നുമില്ല. പിന്നെ അതേ കണക്ക് നമ്മുടെ മുള്ളൻകുറിച്ചി, പാര ഇങ്ങനെയുള്ള മീൻ കയറിയാലും വല പെട്ടെന്ന് ചീത്തയാവും. ചീന വലകളൊക്കെ ഏകദേശം 6-6.25 തന്നെ അഴിച്ചു മാറും. പിന്നെ മീതിയുള്ള വള്ളക്കാരുടെ പെയ്ത്താണ്, അതായത് അവർ കരയ്ക്ക് വരുമ്പോൾ ഉള്ള കാര്യമുള്ളൂ. ചന്തയിലെ വില നിശ്ചയിക്കുന്നതിനകത്ത് വള്ളക്കാരേക്കാൾ കൂടുതൽ പങ്ക് കടലിലെ വള്ളക്കാർ തന്നെയാണ് കേട്ടോ. കായലിലെ വള്ളക്കാർക്ക് വലിയ റോളൊന്നുമില്ല. പക്ഷെ ഇവരുടെ മീൻ എപ്പോഴും നല്ല റേഞ്ചാണ്, നല്ല വിലയാണ്. ഈ ഏട്ടക്കൂരിക്ക് ജീവനുണ്ട്. ആശാൻ നന്നായിട്ട് ചെകളയും വാലും ഒക്കെ ഇട്ട് അനക്കണുണ്ട്. അതിലൊരു 2-3 കരിമീനേ ഉള്ളൂ ആകെ. അപ്പോൾ പഴയ കണക്ക് കരിമീൻ സമ്പത്തൊന്നും ഇല്ല. പിന്നെ തൂപ്പ് വയ്ക്കാൻ നമുക്ക് അനുവാദം ഇല്ലാത്തതുകൊണ്ട് അതും പറ്റത്തില്ല. ഒരുപക്ഷെ തൂപ്പ് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കരിമീൻ മുട്ടയിട്ട് വളരാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ അതിപ്പോൾ ഗവൺമെൻറ് ബാൻ ചെയ്തേക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. പക്ഷേ കടലിൽ അങ്ങനെയല്ല. നമ്മുടെ ഒഴിവില്ലാത്ത കുപ്പിയൊക്കെ കിട്ടി അടിപൊളിയായിട്ട് തൂപ്പ് വെച്ച് നമ്മുടെ കട്ടിൽ ഫിഷിന് വേണ്ടി കെണി ഉണ്ടാക്കി വെച്ചേക്കും. പിന്നെ അതുകൊണ്ട് ആ ഒരു മത്സ്യസമ്പത്ത് ഇന്നും കടലിൽ നശിക്കാതിരിക്കുന്നു. കായലിൽ അതുപോലെയൊക്കെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പതിവിനേക്കാൾ കൂടുതൽ മീൻ, അതായത് കരിമീൻ കായലിൽ കണ്ടേനെ. ഈ ചുള്ളിക്കമ്പ് എടുക്കണത് തന്നെ ഇത്തിരി റിസ്ക്കുള്ള പരിപാടിയാണ്. കാരണം ഓരോ കണ്ണിയും നോക്കി നോക്കി എടുക്കും. ഇതെൻ്റെ മകനാണ് പെപ്പെ. ആൾ എൻ്റെ കൂടെ മീൻ വാങ്ങാനായിട്ട് വന്ന മൂപ്പര് നല്ല ടയേർഡായി നിന്ന് കുഴഞ്ഞ്. കാരണം ഞങ്ങൾ 6:15 തൊട്ട് നിൽക്കുകയാണ്. 8 മണിയായി ഫാദർ എത്തിയപ്പോൾ. ഇതാണ് പെൺഞണ്ട്. ആ ഷെല്ല് വലുതായിട്ടിരിക്കണണ്ട. ഏത് ആൺഞണ്ട് ആ നീളത്തിൽ പോയേക്കണത്. ഇങ്ങനെയാണ് ഞണ്ടിൻ്റെ ലിംഗനിർണ്ണയം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആ ഷെല്ല് വീതിയുള്ളതെന്ന് വെച്ചാൽ മുട്ട ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അറയാണ്. അതിനകത്ത് അടിയിൽ നിന്ന് മുട്ട വിരിഞ്ഞ് വെളിയിലോട്ട് വരണം. അര ബക്കറ്റോളം സാധനമേ ഉള്ളൂ. എങ്ങനെയായാലും ഇപ്പോഴത്തെ വിലയ്ക്ക് വിറ്റാൽ ഒരു 500 രൂപയിൽ കുറയാതെ അതിന് ഉണ്ടാവും. പിന്നെ എല്ലാ ദിവസമൊന്നും ഇത് കണക്ക് പണിയില്ല. മിക്ക ദിവസങ്ങളിലും പണി കുറവാണ്. 200 രൂപ 300 രൂപയൊക്കെ കിട്ടുന്ന ദിവസമുണ്ട്. പിന്നെ കായൽ വാരത്ത് അത്യാവശ്യം കാറ്റ് അനങ്ങി തുടങ്ങിയിട്ടുണ്ട്, വെയിലുണ്ട്. അതുകൊണ്ട് ക്യാമറയിൽ അത്ര അങ്ങോട്ട് ക്ലാരിറ്റി ഒപ്പിക്കാൻ പറ്റണില്ല. ഈ ചേട്ടായ മീൻ വാങ്ങാൻ നിൽക്കുകയാണ്. അപ്പൻ്റെ സ്ഥിരം കസ്റ്റമറാണ്. പുള്ളിക്കുള്ള കരിമീനാണ് ഇപ്പോൾ ബക്കറ്റിലേക്ക് കൊടുത്തത്. കാറ്റുണ്ട്, കവർ കിടന്ന് പറക്കണം, അതാണ് കേട്ടോ. വളരെ കുറഞ്ഞേ ഉള്ളൂ. ഒരു 5-6 ഇടത്തരം കരിമീനും പിന്നെ പുള്ളി കുറച്ച് ഞണ്ടുകൂടെ ചോദിച്ചിട്ടുണ്ട്. ഒരു മഡ്ക്രാബ് കിട്ടിയിട്ടുണ്ട് ഫാദറിന്. അതും പിന്നെ ബാക്കി 1-2 ഞണ്ടുകൂടെയൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് സ്ഥിരം വരുന്ന ആളായതുകൊണ്ട് നമ്മൾ വിലയുടെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കത്തില്ല. ഏകദേശം ഒരു ഉദ്ദേശ വില പറഞ്ഞങ്ങ് കച്ചവടം ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ പപ്പ കൈകൊണ്ട് എടുത്തേക്കുന്ന ഒരു മഡ്ക്രാബാണ്. അത് തോനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലോട്ടറിയാണ്. 1 കിലോയ്ക്ക് മുകളിലുള്ള മഡ്ക്രാബ് കിട്ടുകയാണെങ്കിൽ 3000-ന് മുകളിലാണ് റേറ്റ്. പക്ഷേ അത് 2 ഞണ്ട് ഒന്നിച്ച് വെച്ചിട്ട് 1 കിലോ തയ്ക്കാൻ പറ്റില്ല. ഒറ്റ ഞണ്ടിന് തന്നെ 1 കിലോയ്ക്ക് മുകളിൽ ഭാരം വേണമെങ്കിൽ ആ 3000 എന്നുള്ളൊരു തുക നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നല്ല അടിപൊളി ഒരു മഡ്ക്രാബാണ്. ആശാൻ അത്യാവശ്യം സൈസുണ്ട്. കാലൊന്നും ഒടിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് പുഴുങ്ങിയോ റോസ്റ്റ് ചെയ്തോ കറി വെച്ചോ എങ്ങനെ കഴിച്ചാലും രുചിയാണ്. കാരണം ഐസില്ലാത്ത ലൈവ് മീനായതുകൊണ്ട്, ഞണ്ടായതുകൊണ്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പുറമോട്ട് പോകത്തില്ല. പിന്നെ ഐസിടാത്ത മീൻ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കായൽ തീരത്ത് സ്ഥിരമായിട്ട് വന്ന് മീൻ വാങ്ങുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ആറ്റുമീനും മറ്റുമൊക്കെ വാങ്ങുന്നവർക്കറിയാം. ഐസ് ചെല്ലുമ്പോഴേ ഉള്ള ചെറിയൊരു രുചി വ്യത്യാസം. എന്നാലും കുഴപ്പമില്ല, ഒരു ദിവസത്തെ പണിക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഫാദർ അതിന് 300 രൂപയാണ് ചാർജ് ചെയ്തത്. ആ ഞണ്ട് മാത്രം തന്നെ 200 രൂപയുടെ ഞണ്ടുണ്ട് ഇപ്പോഴത്തെ വിലയ്ക്ക്. പിന്നെ മൂപ്പരങ്ങനെ വലിയ വില ചോദിച്ച് മേടിക്കാറില്ല. സ്ഥിരം കസ്റ്റമർ നഷ്ടപ്പെടേണ്ടെന്ന് കരുതിയിട്ട് ആവറേജ് ഒരു മീഡിയം വിലയ്ക്കേ വിൽക്കാറുള്ളൂ. അങ്ങനെ പെപ്പേക്കൂട്ടം കോട്ട് വിട്ടൊക്കെ അതേ കുഴഞ്ഞ് നിൽക്കുകയാണ്. ആളെ ഇനി നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകണം. എൻ്റെ അടുത്ത് കറിക്ക് മീൻ വേണമെന്ന് ചോദിച്ചു. എനിക്ക് പക്ഷേ ഞണ്ടിന് വലിയ താല്പര്യമില്ല.
അതുകൊണ്ട് ചന്തയിൽ നിന്ന് ഇനിയിപ്പോൾ 100 രൂപയുടെ മീൻ മേടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ കൊല്ലത്ത് പിന്നെ 100 രൂപയ്ക്കും 50 രൂപയ്ക്കൊക്കെ മീൻ കിട്ടും. മറ്റു നാട്ടിൽ കിലോ ആണെന്ന് എനിക്കറിയാം. എല്ലായിടത്തും ഇത് കണക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. ഇവിടെ പിന്നെ ഈ 4-5 ഹാർബറും ഇത് കണക്കുള്ള വള്ളക്കാരും എല്ലാവരും കൂട്ടത്തോടെയൊക്കെ ഉള്ളതുകൊണ്ട് അളവിലധികം ചന്തയുള്ളതുകൊണ്ട് മീനങ്ങനെ അത്ര വലിയ ഡിമാൻഡൊന്നുമില്ല. ഞങ്ങൾക്കിവിടെ കിലോ ബേസ് അല്ല, ഒരു മതിപ്പാണ്. ഒരു തോത് ഇങ്ങനെ അലൂമിനിയം പാത്രത്തിൽ പരത്തി വെച്ചിട്ട് 100 രൂപ 50 രൂപ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ മീൻ. അഷ്ടമുടിക്കായലിൻ്റെ ഒരു ശാഖ മാത്രമാണ് കേട്ടോ ഈ കുരിപ്പുഴ, അതായത് എൻ്റെ നാട്. യഥാർത്ഥ അഷ്ടമുടിക്കായൽ ഇവിടെ അല്ല, അങ്ങ് അഷ്ടമുടിയിലാണ്. പക്ഷേ എന്നാലും സമ്പത്തിൻ്റെ കാര്യത്തിനകത്ത് ഇപ്പം വളരെ പുറമോട്ടാണ്. ഇത് ഞങ്ങളുടെ കടത്ത് കടവാണ്, മതിലിലേക്ക് പോകുന്ന മതിലെന്ന് പറയുന്ന സ്ഥലം. ഇത് ആ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ രവി മുതലാളിയുടെ റാവിസ് ഹോട്ടൽ. അത്യാവശ്യം ബോട്ടിങ്ങും ഫെസിലിറ്റി എല്ലാം ഇവിടെ ഉണ്ട്. 8 മണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് വെയിൽ നല്ല ശക്തമാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് മറുകര